ഹലോ കൂട്ടുകാരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിംബക്കുട്ടന്റെ പ്രാധാന്യം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കുറിപ്പിന്റെ വൈകിട്ടത്തെ ലീലാവിലാസങ്ങളിലേക്ക് നമുക്കൊന്ന് മിഴിയോർത്താലോ. വൈകിട്ട് ചെടികൾക്ക് വെള്ളം നൽകിയ ശേഷമേ ഞാൻ ഇവനെ പുറത്തേക്ക് വിടാറുള്ളൂ. ഇല്ലെങ്കിൽ എന്റെ ചെടികളോടൊപ്പം വെള്ളമൊഴിക്കുന്ന ഹോസും അവന്റെ ക്രൂര വിനോദത്തിന് ഇരയാകും. അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ മുൻകരുതലുകൾ എടുക്കുന്നത്. ആ ദിവസം വൈകുന്നേരം അവൻ ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ കുതിരകയറ്റമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ചൂടുള്ള പപ്പി മിൽക്ക് നൽകി അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു. ശേഷം കൂട്ടിലേക്ക് അടയ്ക്കാൻ ചെന്നപ്പോഴാണ് ആ മുറിയുടെ അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് അവനൊപ്പിച്ച പരിപാടിയാണിത്. ഇത്രയും താറുമാറായ മുറിയിൽ ഇവനെ കിടത്താൻ പറ്റില്ലല്ലോ. ഇവന്റെ കയ്യിലിരിപ്പ് കാരണം വീട്ടിലും കയറ്റാൻ കൊള്ളില്ല. രാത്രി ആയത് കാരണം മറ്റൊന്നും ചിന്തിക്കാതെ വൃത്തിയാക്കാൻ ഇറങ്ങിയത് കൊണ്ട് മാസ്ക് വെക്കാൻ വിട്ടുപോയി. അതിൻ്റെത് കഴിഞ്ഞ 3 ദിവസമായി ഞാൻ അനുഭവിക്കും. വൃത്തിയാക്കലെല്ലാം കഴിഞ്ഞ് അവനെ ട്രീറ്റ് കാണിച്ച് ആകർഷിച്ച് ഞാൻ അവന്റെ കൊട്ടാരത്തിലാക്കിയിട്ടുണ്ട്. വലിയ പാടാണ് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ. അതുകൊണ്ട് തന്നെ ആ റൂമിലേക്ക് അവന് കയറാൻ മടിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ലോകത്തെ അവന്റെ വൈകുന്നേര വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.